യത്തീംഖാനയിൽ പഠിക്കുന്ന റംല ഇന്ന് അവളുടെ വിവാഹ ദിവസമാണ്. ഏറെ പ്രതീക്ഷയോടെ അവൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ഭർത്താവിൻ്റെ ഉമ്മ അവളെ സ്നേഹത്തോടെ സ്വീകരിച്ചിരുത്തി. എന്നാൽ ആ രാത്രിയിൽ അവൾ തൻ്റെ ഭർത്താവിൻ്റെ മണിയറയിലേക്ക് പ്രവേശിച്ചപ്പോൾ ദേഷ്യത്തോടെ തന്നെ നോക്കുന്ന ഭർത്താവിനെയാണ് കണ്ടത്. നിന്നോടാരാ ഈ റൂമിലേക്ക് കയറാൻ പറഞ്ഞത്? ശരിക്കും അവൾ ഞെട്ടിപ്പോയി. അവൾ പേടിച്ചു പോയി. കടക്ക് പുറത്ത് അവൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിപ്പോയി. അതെ, ഞാൻ നിന്നെ വിവാഹം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മുറിക്ക് പുറത്ത് മാത്രമാണ് നീ എനിക്ക് ഭാര്യ. ഒരിക്കലും ഈ റൂമിനകത്ത് നീ എൻ്റെ ഭാര്യയല്ല. അത് കേട്ട അവൾ ഞെട്ടിത്തെറിച്ചു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഭർത്താവ് അങ്ങോട്ട് വരുന്നു. അത് ആദ്യമേ പറഞ്ഞതായിരുന്നു ഭർത്താവിനെ ഒരു കുഞ്ഞുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു പോയതാണെന്ന്. പക്ഷേ താൻ പാവമായതുകൊണ്ടും യത്തീംഖാനയിൽ പഠിക്കുന്നത് കൊണ്ടും സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ടും തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ഈ വലിയ വീട്ടിലേക്ക് അവൾ കടന്നു വരികയായിരുന്നു. കുഞ്ഞിനെ അവളുടെ കൈകളിൽ ഏൽപ്പിച്ചു. നിനക്കുള്ള മുറി അപ്പുറത്താണ്. പിന്നെ കുഞ്ഞിനെ കിടത്തി ഉറക്കിയിട്ട് നിനക്ക് അവിടെ പോകാം, മനസ്സിലായല്ലോ? കുഞ്ഞിനെ കിടത്തുവാനുള്ള റൂം ഇതാണ്. കുഞ്ഞിനുള്ള തൊട്ടിലും കട്ടിലും കാര്യങ്ങളെല്ലാം അതിലുണ്ട്. ശരിക്കും അവൾ ഞെട്ടിപ്പോയി. റബ്ബെ, പ്രതീക്ഷയോടെ തൻ്റെ വിവാഹത്തിലേക്ക് പ്രവേശിച്ചു. ആ ഒരു ദിവസം തുടക്കത്തിൽ തന്നെ എന്നോട് എത്രമാത്രം ദേഷ്യത്തിൽ പെരുമാറാൻ എന്താണ് കാരണം എന്നവൾ വിചാരിച്ചു. അവൾ ഭയന്നു നിന്നു. എന്താടോ, കുഞ്ഞിനെ വാങ്ങുന്നില്ലേ നീയെ? അവൾ കുഞ്ഞിനെ വാങ്ങി. പിന്നെ ഇനി മുതൽ ആസിമിനെ നല്ല രീതിയിൽ നോക്കണം. അതെ, അപ്പോഴാണ് അവൾക്ക് ആ കുഞ്ഞിൻ്റെ പേര് മനസ്സിലായത്, ആസിം. അവൾ പതുക്കെ പറഞ്ഞു, ആയിക്കോട്ടെ. എന്താ, കുഞ്ഞിനെ എടുക്കാനും അറിയില്ലേ? പിന്നെ എന്തിനാ നിന്നെ കെട്ടിക്കൊണ്ടുവന്നത്? ആദ്യ രാത്രിയിൽ തൻ്റെ ഭർത്താവിൻ്റെ വാക്കുകൾ കേട്ട അവൾ ശരിക്കും ഞെട്ടിപ്പോയി. എന്താടോ, തനിക്ക് നോക്കാൻ കഴിയില്ലേ? അതിനു വേണ്ടിയിട്ടാണ് നിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്, അല്ലാതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ആ റൂമിലേക്ക് പോയിക്കോ കുഞ്ഞിനെയും കൊണ്ട്. അവൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി. എന്നാൽ അവൾ എത്രയൊക്കെ തന്നെ ശ്രമിച്ചിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. കുഞ്ഞ് കരയുക തന്നെയാണ്. അവൾ അന്ന് ആദ്യ ദിവസം, വിവാഹത്തിൻ്റെ ആദ്യ ദിവസം ആ കുഞ്ഞിനെയും കൊണ്ട് എടുത്ത് നടന്നു, തോളിൽ തട്ടിക്കൊടുത്തു. പക്ഷെ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. എന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് വരുന്നു. അതേ, കുഞ്ഞിനെ നോക്കാനും ഒന്നിനും അറിയില്ലല്ലേ, പിന്നെ എന്ത് മണ്ണാങ്കട്ടൊക്കെ നീ ഇങ്ങോട്ട് വാരി വലിച്ചു പോകുന്നത്? നീ വിചാരിച്ച് ഇവിടുന്ന് സുഖിക്കാനെന്ന് വിചാരിച്ചോ? കഷ്ടം തന്നെ. കുഞ്ഞിനെ നല്ല രീതിയിൽ നോക്കിക്കോ. പിന്നെ കുഞ്ഞിൻ്റെ കരച്ചിലെങ്ങാൻ നിർത്തിയില്ലെങ്കിൽ നിനക്ക് നാളെ തന്നെ ഇവിടുന്ന് പോകാം. ശരിക്കും അവൾ ഭയന്നു പോയി. കാരണം യത്തീംഖാനയിൽ നിന്ന് പോകുന്നതാണ്. അവിടുത്തെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം സഹിച്ച് ജീവിച്ച് ആ ഒരു ജീവിതം മതിയായി. പക്ഷേ തനിക്ക് സൗന്ദര്യമുണ്ട് എന്നതുകൊണ്ട് തന്നെ വിവാഹം ആലോചനയുമെല്ലാം നടന്നു. എന്നാൽ ഭർത്താവിൻ്റെ ഉമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഈ ഒരു വിവാഹം നടക്കുന്നത്. പക്ഷെ അയാൾക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ആ ഒരു വിവാഹം. തൻ്റെ ഉമ്മയുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ടാണ് അവൻ വിവാഹം കഴിച്ചത്. എന്നാൽ ആ രാത്രി തന്നെ അയാൾക്ക് വല്ലാത്ത ഒരു ദേഷ്യമായിരുന്നു അവളോട്. കയറി വന്നിരിക്കുന്നു, നേരെ റൂമിൽ കയറി ഇരുന്നിട്ടുണ്ട്, ഇവിടെ അശുദ്ധമാക്കിയോ എന്തോ ആവോ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ അവിടെ നിന്ന് കേട്ടു. പെട്ടെന്ന് അയാൾ ആ റൂമിലേക്ക് പോയി. എന്താടോ, തനിക്ക് കുഞ്ഞിനെ നോക്കാൻ അറിയില്ലെങ്കിൽ ഇങ്ങ് തന്നേക്ക്, ഞാൻ നോക്കിക്കോളാം എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ഒരാളും വേണ്ട, എനിക്കറിയാം എങ്ങനെ നോക്കാനുള്ളതെന്ന്. എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ഒരാളെ വേണമെന്ന് വിചാരിച്ചപ്പോഴത്തെ നീ എന്ത് വിചാരിച്ചത്? ഇവിടെ അങ്ങ് കെട്ടിയൊരുങ്ങി നിന്ന് എൻ്റെ മണവാട്ടിയാകാമെന്നോ? ഒരിക്കലും ആ ചിന്ത പോലും എൻ്റെ മനസ്സിലില്ല. ശരിക്കും അവൾക്ക് അതെല്ലാം കേട്ട് ഹൃദയം തകർന്നു പോയി. റബ്ബേ, ഏറെ പ്രതീക്ഷയോടെയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പക്ഷേ അദ്ദേഹം കുഞ്ഞിനെ ബലമായി അയാൾ പിടിച്ചു കൊണ്ടുപോയി. അതെ, എനിക്കറിയാം എൻ്റെ കുഞ്ഞിനെ എങ്ങനെ നോക്കണം എന്നുള്ളത്. എന്നാൽ അവൾക്ക് വല്ലാത്ത സങ്കടമായി. ആ കുഞ്ഞിനെ കൈകളിലിട്ട് നോക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പിന്നെ കുഞ്ഞുങ്ങൾ കരയാതിരിക്കില്ലല്ലോ. അങ്ങനെ അയാൾ ആ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നു. കുഞ്ഞിനെ കഴിയുന്ന രീതിയിൽ അദ്ദേഹം ഉറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ കുഞ്ഞ് വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ ഗതികെട്ട് കുഞ്ഞങ്ങ് ഉറങ്ങി.
അയാൾക്ക് അല്പം സമാധാനം തോന്നി. കുഞ്ഞിനെ അയാൾ തൊട്ടിലിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, അതെ, ഉണരുന്നത് ശ്രദ്ധിക്കണം, മനസ്സിലായല്ലോ? പിന്നെ എല്ലാവരുടെയും മുമ്പിൽ നീ എനിക്കൊരു പക്ഷേ ഭാര്യയായിരിക്കും, പക്ഷേ എൻ്റെ റൂമിനകത്ത് നീ ഒരിക്കലും എൻ്റെ ഭാര്യയല്ല. ഈ റൂമിന് പുറത്ത് മാത്രമാണ് നീ എനിക്ക് ഭാര്യ. അത് മറക്കണ്ട, മനസ്സിലായല്ലോ? ശരിക്കും അവൾക്ക് അത് വല്ലാത്തൊരു വിഷമായി. കാരണം മറ്റൊന്നുമല്ല, റബ്ബേ, സാരല്ല, എല്ലാം സഹിക്കാം, തൻ്റെ ആസിമിന് വേണ്ടി എല്ലാം സഹിക്കാം. എന്നാൽ പിറ്റേന്ന് രാവിലെ തന്നെ അവൾ പുലർച്ചെ അടുക്കളയിലേക്ക് എത്തി. അതെ, പതിവിലും നേരത്തെ എഴുന്നേറ്റ് വീട്ടിലേക്കുള്ള എല്ലാ വിഭവങ്ങളും തയ്യാറാക്കി തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഭർത്താവ് എഴുന്നേറ്റു ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. അപ്പോഴേക്കും അവൾ ഫുഡെല്ലാം സെറ്റാക്കിയിരുന്നു. എന്നാൽ അയാൾ ഭക്ഷണം കഴിച്ച് ഒന്നും മിണ്ടാതെ തന്നെ പോകുകയായിരുന്നു. അല്ലെങ്കിൽ ഫുഡ് നന്നായിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഫുഡിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമോ ഒന്നും അയാൾ പറഞ്ഞില്ല. ഒരു ദേഷ്യത്തോടു കൂടെ അവിടെ നിന്നങ്ങ് എഴുന്നേറ്റു. അതെ, ചായയോ? നിന്നോടല്ല എൻ്റെ മുമ്പിലേക്ക് രാവിലെ തന്നെ വരാൻ പറഞ്ഞത്? നിനക്കവിടെ വെച്ച് പോയാൽ പോരെ? നിന്നെ കാണുന്നതിന് എനിക്ക് അശുഭലക്ഷണമാണ്. ദയവായി എൻ്റെ മുമ്പിൽ നിന്ന് മാറിത്തരുമോ? ശരിക്കും അതെ, തൻ്റെ രണ്ടാം ഭാര്യയോട് വളരെയധികം ക്രൂരമായ രീതിയിലായിരുന്നു അയാളുടെ പെരുമാറ്റം. എന്നാൽ കുഞ്ഞിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അതെ, നമ്മുടെ കുഞ്ഞിന് ഇനി ഭക്ഷണം. ആരുടെ കുഞ്ഞ്? നമ്മുടെ കുഞ്ഞോ? ദേ, അനാവശ്യം പറഞ്ഞു പോരുത്. നമ്മുടെ കുഞ്ഞല്ല, അത് എൻ്റെ കുഞ്ഞാണ്. എന്താ, നീ പ്രസവിച്ചതാണോ? നിനക്ക് അവരിൽ ഇത്ര അവകാശം? അതല്ല, എന്താണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓ, അതൊന്നും അറിയാതെയാണോ ഈ ജോലിക്ക് വേണ്ടി പുറപ്പെട്ടത്? ഞാൻ ഈ ജോലിക്ക് എനിക്കറിയാം. നീ മിണ്ടാതെ അവിടെ ഇരിക്കെ. ആ, എൻ്റെ കുഞ്ഞിനെ കുറിച്ച് നമ്മളെ കുഞ്ഞെന്ന് എൻ്റെ കുഞ്ഞെന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ ഇറക്കി വിടും ആ നിമിഷം നിന്നെ ഞാൻ. എന്നാൽ ഈ സമയം അതാ ആ ഉമ്മ പറഞ്ഞു, പൊന്നു മോനെ, നീ എന്താടാ അവളോട് ഇങ്ങനെ പറയുന്നത്? അവൾ എത്രമാത്രം ക്ഷമിച്ച് കഴിയുന്നൊരു പെൺകുട്ടിയാണ്. എത്രമാത്രം ജോലികൾ അവൾ ചെയ്യുന്നുണ്ട്. നിനക്കെന്താ അവളെ കാണുമ്പോൾ തന്നെ ദേഷ്യം കൂടുകയാണോ? ആ അതെ, എനിക്ക് അവളെ മുഖം കണ്ടൂടാ. എന്താടാ അവളുടെ മുഖത്തിന് കുഴപ്പം? അവളുടെ മുഖം വളരെയധികം മനോഹരമായതാണല്ലോ. ആ, അത് നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയായിരിക്കും, പക്ഷേ എനിക്ക് അവൾ വിരൂപിയാണ്. പൊന്നു മോൻ അങ്ങനെ പറയല്ലേ. അമ്മയുടെ ഒരൊറ്റ പണിയാണ്, ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് വിചാരിച്ചാണ്. എൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കൂലേ, പിന്നെന്തിനെ വേറൊരാളെ ഏൽപ്പിച്ച് ഞങ്ങൾ? മോനെ, അവൾക്കൊരു ജീവിതം കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ലതല്ലെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല മോളാണ്, നല്ല സൗന്ദര്യമുള്ള കുട്ടിയാണ്. നമ്മൾ വെറുതെ ഉമ്മ ഒന്നും മിണ്ടണ്ട എന്നോട്. എനിക്കറിയാം എന്ത് വേണമെന്നുള്ളത്. എന്നാൽ അതാ അയാൾ ഓഫീസിലേക്ക് പോകുന്ന സമയം അവൾ മുറ്റമടിച്ച് വൃത്തിയാക്കുകയായിരുന്നു. വീണ്ടും മുന്നിൽ വന്ന് പെട്ടു ദുശ്ശകനം. നിനക്കറിയില്ല ഞാൻ ഇറങ്ങുമ്പോൾ ചൂലുമായി മുന്നിൽ നിൽക്കരുതെന്ന്? അത് ഞാനറിയാതെ ഈ അഴുക്കായ ബാക്കൊന്ന്. അഴുക്ക്? അവൾ എന്തിനാ എൻ്റെ മുമ്പിലേക്ക് നീ ഇങ്ങനെ വരുന്നത്? എന്ത് കാര്യത്തിനാ? ഞാൻ നിന്നെ വെറുക്കപ്പെട്ടതാണ്, പിന്നെ എന്തിനാ വരുന്നത്? ശരിക്കും അവൻ്റെ വാക്കുകൾ കേട്ട് അവൾ തകർന്നു പോയി. എന്നാൽ അവളെല്ലാം ക്ഷമിച്ചു, സഹിച്ചു. വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്തു. ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ. പാവം ആ ഉമ്മാക്കും അവൾ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നാൽ അവൾ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ആസിമിനെ അവളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് കളിക്കുവാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് അത് ആസിം പതുക്കെ അവിടെ കണ്ട ആ ഒരു ചെയറിലേക്ക് പിടിച്ചു കയറി. എന്നാൽ അതൊരിക്കലും റംലയുടെ കണ്ണുകളിൽ പെട്ടില്ല. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ചെയറിൽ നിന്ന് ആ കുഞ്ഞ് താഴേക്ക് വീഴുന്നു. അതെ, കുഞ്ഞ് ശക്തമായി കരഞ്ഞു. അല്ലാ, പൊന്നുമോനെ ആസിമേ, എവിടെ ഉമ്മാൻ്റെ കുട്ടി? ഉമ്മാൻ്റെ കുട്ടി എവിടെ? ഉമ്മാൻ്റെ കുട്ടി. പക്ഷേ അപ്പോഴേക്കും തല പൊട്ടിയിട്ട് രക്തം വീണ് തുടങ്ങിയിരുന്നു. എന്നാൽ അത് കണ്ടുകൊണ്ട് അയാൾ എത്തുന്നു. എന്ത് മലമറിക്കണ പണി നിനക്ക് ഇവിടെ ഉള്ളത്? എൻ്റെ കുഞ്ഞിനെ പോലും നോക്കാൻ കഴിഞ്ഞില്ലല്ലേ? അപ്പോഴേക്കും അവളുടെ ഷാളിൻ്റെ കര ചീന്തി കുഞ്ഞിൻ്റെ മുറിവ് കെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. നമുക്കോ? ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്നാൽ അയാളുടെ ഉമ്മയെ വിളിച്ചു. ഉമ്മ, നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം, കുഞ്ഞിന് തല പൊട്ടി മുറിയായിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് റംല പറഞ്ഞു, ഇക്ക, ഞാനും വരാം. കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ ആവശ്യമാകുമ്പോൾ ഉമ്മാക്ക് അത് കഴിയോ? എന്തിന്? വെറും വീട്ടു ജോലിക്കാരിയായ നീ വരേണ്ട ആവശ്യമില്ല. മോനെ, എന്താടാ നീ പറയുന്നത്?
അത് നിൻ്റെ ഭാര്യയല്ലേ? നീ രണ്ടാമത് വിവാഹം കഴിച്ചതാണെന്ന് കരുതി നീ എന്തിനാ ഇങ്ങനെ ഇത്രമാത്രം അവളോട് ചൂടാവുന്നത്? ഒന്നുമില്ലെങ്കിൽ സമാധാനത്തിൽ സംസാരിച്ചൂടെ? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടിയിട്ടാണ് അവളെ കല്യാണം കഴിച്ചത്, കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ? എന്നിട്ട് അവൾ നോക്കിയോ? ഇല്ല, എൻ്റെ കുട്ടിയുടെ രക്തമെല്ലാം പോയി കഴിഞ്ഞു. അത് എത്ര രക്തമാണ് മോനെ? വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ രക്ഷപ്പെടുമല്ലോ. ഇപ്പോൾ ഏതായാലും കുഴപ്പമില്ല. എന്തൊക്കെ തന്നെയാലും അവൾക്ക് നോക്കാനും കഴിയില്ല, ഉമ്മ ആവില്ല, അവളെ പറഞ്ഞു വിട്ടേക്ക്. എൻ്റെ പൊന്നാര മോനെ, നീ എന്തേ പറയുന്നത്? നല്ല രീതിയിൽ നിക്കാഹ് കഴിപ്പിച്ച് കൊണ്ടുവന്ന പെണ്ണാണ്. വീട്ടിലെ സ്ഥിതിയൊക്കെ വളരെയധികം സാമ്പത്തികമായി മോശമായതുകൊണ്ട് തന്നെ എത്തിയങ്കാനയിലൊക്കെ ആക്കിയിട്ടുണ്ടാവും. അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്താ നിനക്ക് അവളോട് ഇത്ര വെറുപ്പ്? എനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയണില്ല, എനിക്കത് കഴിയണില്ല. എന്നാൽ റംല കരഞ്ഞു പോയിരുന്നു. കാരണം കുഞ്ഞിൻ്റെ ബ്ലഡ് അവിടെ ആയിരുന്നു. അവൾ തുടച്ച് കഴുകി വൃത്തിയാക്കുമ്പോഴും അത് ആസിമിനെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു അവൾക്ക്. റബ്ബേ, ആസിമോൻ പാവമാണ് എൻ്റെ കുട്ടി, ഒന്നും ഉണ്ടാവരുത് അല്ലാ റഹ്മാനെ, രക്ഷപ്പെടണേ. അവൾ മനമൊരുകി പ്രാർത്ഥിച്ചു. എന്നാൽ അതാ അവൾ കാത്തിരുന്നു, ഉറക്കൊഴിച്ച് അവർ വരുന്നതും. ഏകദേശം രാത്രി 12 മണിയായപ്പോൾ അതാ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നു. അവൾ പെട്ടെന്ന് അതാ വാതിലിനടുത്തേക്ക് പോയി വാതിൽ തുറന്നു. അതെ, തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒരു കെട്ടുണ്ട്. അത് ശരിക്കും നല്ല രീതിയിൽ കെട്ടാനുള്ളത്. ഞാൻ എൻ്റെ കഴിവുകേട് കൊണ്ടാണല്ലോ അങ്ങനെ സംഭവിച്ചത് എന്നുള്ള ടെൻഷനും ഉണ്ടായിരുന്നു അവൾക്ക്. എന്നാൽ അതാ അവളുടെ ഭർത്താവെന്ന് പേരുള്ള ഹനീഫ അങ്ങോട്ട് കടന്നു വരുന്നു. എന്നാൽ എങ്ങനെയുണ്ട്, കുഞ്ഞിനെന്താ പറഞ്ഞത്? അവൾ സ്നേഹത്തോടെ ചോദിച്ചെങ്കിലും ഒന്ന് മാറിത്തരോ, വഴിയിൽ നിന്ന് എപ്പോഴുണ്ടാവും മുന്നിലായിട്ട് നിൽക്കുന്നത്. എന്നാൽ ഉമ്മ പറഞ്ഞു, എന്താടാ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിക്കല്ലേ, അവൾ ചെയ്യുന്നത് അവളെങ്ങനെ ആട്ടി അകറ്റാൻ പാടുണ്ടോ? ഉമ്മ മിണ്ടരുത്, ഓരോന്ന് മുന്നിൽ വന്ന് നിന്നോളും, എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. റംലയെ എന്തിനാ പിന്നെ എൻ്റെ തലയ്ക്ക് കെട്ടിവെക്കുന്നത്? എൻ്റെ പൊന്നുമോനെ, എല്ലാം കൊണ്ടും നല്ല പെണ്ണാണത്. ഉമ്മാക്ക് ഒരുപാട് പണിയെടുത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, പക്ഷേ എനിക്ക് എൻ്റെ ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ആ സ്വപ്നത്തിലെ പെണ്ണിനെയാണ് എനിക്കിഷ്ടം. എൻ്റെ പൊന്നുമോനെ ഏതായാലും കുഞ്ഞിനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് അവൾ. എന്നാൽ ഈ സമയം കുഞ്ഞിനെ അവളിൽ നിന്ന് അവൻ അകറ്റിക്കെടുത്തി ഒരിക്കൽ പോലും അവളുടെ കയ്യിൽ കൊടുക്കില്ല. എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവൾ വന്നിട്ടുള്ളത്. ശരിക്കും ആസിമിനെ വല്ലാതെ മിസ് ചെയ്തു അവൾക്ക്. ആ രാത്രികളിൽ അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ആസിമും അതേ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആസിമിനെ എന്ത് പറഞ്ഞിട്ടും എന്തൊക്കെ ചെയ്തിട്ടും അവൻ്റെ കരച്ചിൽ മാറുന്നില്ല. ശരിക്കും അവൻ പെട്ടു എന്ന് തന്നെ പറയാം. ഒടുവിൽ അതാ കുഞ്ഞിനെയും എടുത്ത് അയാൾ ആ തൊട്ടിൽ കൊണ്ടുപോയി ഇടുന്നു. ആട്ടി ഉറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. അയാൾ ദേഷ്യം കൊണ്ട് റൂമിൽ വന്ന് കിടന്നു. ഒരു സ്വസ്ഥതയും സമാധാനവും തരില്ലല്ലോ കുഞ്ഞ് എന്ന് കരുതി. എന്നാൽ അപ്പുറത്തെ റൂമിൽ നിന്ന് അവളതെല്ലാം കേൾക്കുന്നുണ്ട്. കുഞ്ഞിനെ ഒരിക്കൽ പോലും തുടരുത് എന്നാണ് അവൻ്റെ താക്കീത്. എന്നാൽ കുഞ്ഞ് കരയുമ്പോൾ അവൾക്ക് സഹിച്ചില്ല. അവൾ പതുക്കെ പോയിട്ട് ആ കുഞ്ഞിൻ്റെ തൊട്ടിൽ പതുക്കെ ഒന്ന് ആട്ടിക്കൊടുത്തു. നല്ലൊരു താരാട്ടുപാട്ടും പാടിക്കൊടുത്തു. അത് ആ താരാട്ടുപാട്ടിൽ ശരിക്കും കുഞ്ഞ് ഉറങ്ങിപ്പോയി. എന്നാൽ അതെ, ആ തൊട്ടിലുള്ള ആ റൂമിൽ തന്നെ അവൾ അവിടെ കിടക്കുകയും ചെയ്തു. അവളുടെ ആ വിരൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് അവൻ അതിൽ കിടക്കുന്നത്. അതെ, വിട്ടുപോകുമ്പോൾ കൈ പതുക്കെ എടുക്കുമ്പോൾ കുഞ്ഞ് കരയുന്നു. എന്നാൽ അവളുടെ വിരലെ കുഞ്ഞിൻ്റെ കൈകൾക്കുള്ളിൽ വെച്ച് തന്നെ ഉറങ്ങി. കുഞ്ഞ് സുഖസുന്ദരമായി ഉറങ്ങി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അയാൾ എണീറ്റ് നോക്കി. ഒച്ചപ്പാടും ബഹളമൊന്നുമില്ലല്ലോ. ശരിക്കും അയാളെ കാഴ്ച കണ്ട് ഞെട്ടി. അതെ, തൊട്ടിലുള്ള ആ റൂമിൽ തൻ്റെ കുഞ്ഞിൻ്റെ കൈകൾക്കുള്ളിൽ അവളുടെ കൈകൾ. അതെ, ശാന്തമായി ഉറങ്ങുന്ന കുഞ്ഞ്. ഒരു നിമിഷം അയാൾ ആലോചിച്ചു, അപ്പോൾ ഇവളടുത്ത് എന്തോ ഒരു മാജിക് ഉണ്ടോ? ഇത്ര പെട്ടെന്ന് കുഞ്ഞെല്ലാം സുന്ദരമായിട്ടുണ്ടല്ലോ. സുന്ദരമായി ഉറങ്ങുന്ന കുഞ്ഞിനെ തൊട്ടടുത്ത് ആ നിലത്തിരുന്ന് അതാ ആ തൊട്ടിലേക്ക് കൈകൾ വെച്ച് കൊടുത്ത അവളെയും കണ്ടു. ഒരു നിമിഷം അവൻ നോക്കി നിന്നു. ഞാൻ എത്രയോ പ്രാവശ്യം തള്ളി പറഞ്ഞതാണ്, എത്രയോ പ്രാവശ്യം അവളെ കാണരുതെന്നും എൻ്റെ കുഞ്ഞിനെ ഒന്നും തുടരുതെന്നും എന്നൊക്കെ പറഞ്ഞു പോയതാണ് ഇവിടുന്ന്. പക്ഷെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ അയാൾക്ക് ശരിക്കും അത്ഭുതം തോന്നി. തൽക്കാലം അങ്ങനെ തന്നെ നിൽക്കട്ടെ. അയാൾ വീണ്ടും പോയി കിടന്നു. എന്നാൽ പിറ്റേന്ന് പുലർച്ചെ അവൾ എഴുന്നേറ്റു. അതെ, ആ കുഞ്ഞിന് വേണ്ടി അവൾ ആ രാത്രി മുഴുവൻ ഇരുന്നു. കുഞ്ഞ് കരയരുത്, കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം അവൾ ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ പിറ്റേന്ന് അതാ പുലർച്ചെ അടുക്കള സജീവമായി. പതിവ് പോലെ കുഞ്ഞിനുള്ള ആഹാരങ്ങളും ഭർത്താവിനുള്ളതും
ഉമ്മാക്കുള്ളതുമെല്ലാം പ്രത്യേകം പ്രത്യേകമായി ഉണ്ടാക്കി. വളരെയധികം നല്ല രീതിയിൽ അടുക്കള സജീവമായി വന്നു. അയാളും എഴുന്നേറ്റ് വന്നു. എൻ്റെ കുഞ്ഞെവിടെ? കുഞ്ഞിതാ ഇവിടെ. എന്തിനാ എൻ്റെ കുഞ്ഞിനെ അടുക്കളയിലേക്ക് കൊണ്ടുവന്നത്? അവളുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും പൊള്ളിക്കാൻ വേണ്ടിയിട്ടാണോ? ശരിക്കും അയാളുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ അവൾ വീണ്ടും സങ്കടപ്പെട്ടു. അതെ, ഞാൻ മണവാട്ടിയായി കയറി വന്നതാണ്. കുഞ്ഞിൻ്റെ ഉമ്മയായിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്ക് ഇവിടെ ഒട്ടും സ്ഥാനമില്ലല്ലോ. ഇനി എന്ത് ചെയ്യും? കുഞ്ഞിനെ ഒന്ന് നോക്കുവാനോ കുഞ്ഞിനെന്തെങ്കിലും സംരക്ഷിക്കുവാനോ ഒന്നിനും പറ്റുന്നില്ല. അപ്പോഴേക്കും എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്ന രീതിയിലുള്ള സംസാരമാണ്. അതേ, എൻ്റെ കുഞ്ഞിനെ നോക്കാൻ നീ വേണമെന്നില്ല, നിനക്ക് വേണമെങ്കിൽ പോകാം. ശരിക്കും അവൾ പൊട്ടിക്കരഞ്ഞു. കാരണം തന്നെ നിക്കാഹ് കഴിച്ച ഭർത്താവാണ് തന്നോട് ഈ പറയുന്നത്. അവൾ ഒരു നിമിഷം സങ്കടപ്പെട്ടു നിന്നു. എന്നാൽ അന്നും അതൊന്നും വകവെക്കാതെ വീട്ടിലേക്കുള്ള എല്ലാ ജോലികളും എല്ലാം കഴിച്ച് ഫുഡെല്ലാം ഡൈനിങ് ടേബിളിൽ എത്തിച്ചു. പക്ഷേ അന്നും അവൻ്റെ സ്വഭാവം മോശമായിരുന്നു. നമ്മുടെ കുഞ്ഞിന് കൊടുക്കാനേ ഈ ഒരു കുറുക്ക് പറ്റുമോ? ആരുടെ കുഞ്ഞ്? വീണ്ടും നീ പറയുന്നത് നമ്മുടെ കുഞ്ഞെന്ന്. ഒരിക്കലും നിൻ്റെ കുഞ്ഞല്ല, മനസ്സിലായല്ലോ? അങ്ങനെ അയാൾ വീണ്ടും കർക്കശമായിക്കൊണ്ട് ഇരിക്കുകയാണ്. എന്നാൽ അന്ന് രാത്രിയും കുഞ്ഞ് നല്ല രീതിയിൽ കരഞ്ഞു. അയാളെ അടുത്തായിരുന്നു കുഞ്ഞ്. രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ കുഞ്ഞിനെ അയാൾ ബെഡിൽ കിടത്തി. എന്നാൽ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ അവൾ വന്നു ആ കുഞ്ഞിനെ മാറോട് ചേർത്തു. അത് അവളുടെ മാറിൻ്റെ ആ ചൂടിൽ കുഞ്ഞ് പതുക്കെ പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് അയാൾ എത്തിയപ്പോൾ കണ്ട കാഴ്ച അവളുടെ മാറോട് ചേർന്നുറങ്ങുന്ന തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെയാണ്. എന്നാൽ പെട്ടെന്ന് അയാളുടെ മനസ്സിൽ തോന്നി, അത് കുഞ്ഞിന് അവളില്ലാതെ കഴിയുന്നില്ല. ഒരു ഉമ്മയുടെ സ്നേഹം മുഴുവനും കുഞ്ഞിന് അവൾ നൽകുന്നുണ്ട്. ഒരു നിമിഷം അയാളുടെ കല്ലുപോലുള്ള ആ ഒരു ഹൃദയം അലിഞ്ഞു. അത് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഒരിക്കൽ പോലും ഞാൻ എന്തൊക്കെ തന്നെ കൊടുത്താലും ഒരു ഉമ്മയുടെ സ്നേഹം കിട്ടില്ല. ഇപ്പോഴിതാ അവൻക്ക് ഒരു ഉമ്മയുടെ സ്നേഹം കിട്ടിക്കഴിഞ്ഞു. എന്നാൽ അവൻ്റെ മനസ്സ് അല്പം സന്തോഷിച്ചു. പിറ്റേന്ന് രാവിലെ കാര്യമായിട്ടൊന്നും അവൻ പറഞ്ഞില്ല അവളോട്. അല്പം സ്നേഹത്തോടെ അല്പം പുഞ്ചിരിയോടാണ് പെരുമാറിയത്. ശരിക്കും അവൾക്ക് ആ പുഞ്ചിരി കിട്ടിയപ്പോൾ മനസ്സ് വല്ലാതെ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നായിപ്പോയി. റബ്ബേ, എന്നോട് എൻ്റെ ഭർത്താവ് പുഞ്ചിരിച്ചിരിക്കുന്നു. ശരിക്കും അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയായിപ്പോയി. കാരണം അത്രക്കും മനോഹരമായൊരു പുഞ്ചിരിയാണ് തനിക്ക് വേണ്ടി നൽകിയത്. ശരിക്കും അവൾ തിരിച്ചും ചെറിയൊരു പുഞ്ചിരി നൽകി. അങ്ങനെ ആ കുഞ്ഞും അവളും പിരിയാൻ പറ്റാത്ത ബന്ധമായി തോന്നി. പലപ്പോഴും കുട്ടിയുടെ പിതാവിൻ്റെ അരികിലേക്ക് കുഞ്ഞു പോവില്ല. പകരം റംലയുടെ അരികിലേക്ക് കുഞ്ഞെത്തും. കുഞ്ഞ് അവളുടെ ചൂട് പറ്റിക്കിടന്ന് അവളെ ഒത്തിരി അങ്ങ് ഇഷ്ടമായി കുഞ്ഞിനെ. അവിടെയുള്ള വിശാലമായ വലിയ മുറ്റത്തിലൂടെ കുഞ്ഞിനെ വാക്കറിലിരുത്തിക്കൊണ്ട് അവളങ്ങനെ കൊണ്ടുപോകും, കളിപ്പിക്കും. അങ്ങനെ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ അവളതാ അതിനെ നോക്കുന്നു. അതെ, നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ശരിക്കും റംല ആസിമോൻ്റെ ഉമ്മയായി മാറിയിരിക്കുന്നു നിമിഷങ്ങൾക്കകം. എന്നാൽ ഇതെല്ലാം കണ്ടും കേട്ടുകൊണ്ട് അവൻ എന്ത് ചെയ്യണം, അവളോട് ഇറങ്ങിപ്പോകാൻ വരെ പറഞ്ഞു. ഇനിയൊരു പക്ഷേ അവൾ പോയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ സ്ഥിതി എന്താകും അയാൾ വിചാരിക്കുകയാണ്. ഒരു ദിവസം അയാൾ വരുന്ന സമയത്ത് അവൾ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് ശക്തമായ പനിയും ശരീരം വേദനയും അനുഭവപ്പെടുകയാണ്. ക്ഷീണം കൊണ്ട് അവൾ ആ നിലത്ത് അറിയാതെ ഉറങ്ങിപ്പോയിരുന്നു. അയാൾ വന്ന സമയത്ത് തൻ്റെ പൊന്നു കുഞ്ഞ് അവളുടെ നെഞ്ചോരം ചേർന്ന് കിടക്കുന്നു. പക്ഷേ അവൾക്ക് യാതൊരു ബോധവുമില്ലാത്ത അവസ്ഥ. ഒരിക്കൽ പോലും അവളങ്ങനെ മലർന്നു കിടക്കുന്നത് കണ്ടിട്ടേയില്ല. എന്നാൽ തൻ്റെ കുഞ്ഞ് അവളുടെ നെഞ്ചത്തേക്ക് കിടന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. എന്നാൽ ആ നിമിഷം മനസ്സിലായി, അതെ, അവളൊന്ന് ചേർത്ത് പിടിച്ചാൽ എൻ്റെ കുഞ്ഞ് സുഖമായി ഉറങ്ങുമായിരിക്കും, അതായിരിക്കും. എന്നാൽ അവനിൽ ദയ തോന്നുകയാണ്. തൻ്റെ പൊന്നുമോളെ ഇത്രമാത്രം നോക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. അതെ, അവൾ സംരക്ഷിച്ചേ തീരൂ, ഇവളെൻ്റെ ഭാര്യ കൂടിയല്ലേ. എന്നാൽ ആ നിമിഷം തന്നെ അവളെ വാരിയെടുത്തുകൊണ്ട് നേരെ അവൻ്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തുന്നു. അയാൾ ഡോക്ടറെ എല്ലാം വിളിച്ചു വരുത്തി. പക്ഷേ ഡോക്ടർ എത്തിയില്ല. പകരം ഒരു ഷീല നനച്ചിട്ട് അവളുടെ നെറ്റിയിൽ ഇട്ടുകൊടുത്തു. അവൾക്ക് വല്ലാത്ത ആശ്വാസം. അതൊന്നും അറിയുന്നില്ലല്ലോ, അവളൊന്നും അറിയുന്നില്ല. അവൾ പതിവ് പോലെ പുലർച്ചെ എഴുന്നേറ്റു. ഇതെവിടെ റൂം?
പെട്ടെന്നാണ് അതാ തൻ്റെ ബെഡിനരികിൽ ഒരു ചെയറിലിരിക്കുന്ന ഇക്കയെ കണ്ടത്. അവൾ പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റ്, വേണ്ട, അവിടെ കിടന്നോ, നിനക്ക് ശക്തമായ പനിയുണ്ട്. അതെ എൻ്റെ പൊന്നുമോനെ ഇത്രയധികം നോക്കി, നിൻ്റെ സ്വന്തം പൊന്നുമോനെ പോലെ നോക്കി വളർത്തിയല്ലോ, അതിനൊരുപാട് താങ്ക്സ് ഉണ്ട്. ഞാനിതൊന്നും അറിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം റംല. ഏയ് അതെന്താ, നീ കിടക്കും മോളെ, ഒന്നുകൂടി റെസ്റ്റ് എടുക്ക്. തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്കുകൾ കേട്ട് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇല്ല കുഴപ്പമില്ല, അടുക്കളയിൽ ജോലിയുണ്ട്. എന്താ നിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കാതെ അടുക്കളയിലെ കാര്യം മാത്രം. ഇന്ന് നമുക്ക് ഫുഡൊക്കെ ഞാനെല്ലാം സെറ്റായിക്കോളാം, നീ അടങ്ങിക്കിടക്ക്. അല്ല, ഇത് നിങ്ങളുടെ റൂമായിരുന്നല്ലേ, അറിയാതെ ഞാൻ. എന്തിന്, ഇത് നിനക്ക് കൂടെയുള്ള റൂമല്ലേ, നീ എന്തിനു വിഷമിക്കുന്നത്? തൻ്റെ ഭർത്താവിൻ്റെ പെട്ടെന്നുള്ള ആ ഒരു മനംമാറ്റം കണ്ടപ്പോൾ അവൾക്ക് തന്നെ അത്ഭുതം തോന്നി. സ്നേഹത്തോടെ തന്നെ പരിചരിക്കുന്ന തൻ്റെ ഭർത്താവ് തൻ്റെ പ്രാർത്ഥന പഠിച്ചോൻ കേട്ടോ? അതോ ആ കുഞ്ഞ് എൻ്റെ കൂടെ കിടക്കുന്നതും എൻ്റെ കൂടെ കഴിയുന്നതും കണ്ട് മനസ്സലിഞ്ഞോ? അതെ, അപ്പോഴേക്കും ആ കുഞ്ഞതാ അവളുടെ അടുത്തേക്ക് എത്തുന്നു. അവൾ അതിനെ വാരിയെടുത്ത് ചുംബിക്കുന്നു. ശരിക്കും ഒത്തിരി. എന്നാൽ ഇതെല്ലാം കണ്ട് അവന് വല്ലാത്ത സന്തോഷമാകുന്നു. അതെ, തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ നോക്കാൻ ഏറ്റവും ഉത്തമയായ സ്ത്രീ ഇവർ തന്നെയാണെന്ന് അയാൾക്ക് ബോധ്യപ്പെടുന്നു. എങ്കിലും അയാൾ ഒരു ഏകാഗ്രമായി നിൽക്കുകയാണ്. കൂടുതൽ അവളോട് അടുക്കുകയും ഒന്നും ചെയ്യുന്നില്ല. എങ്കിലും ഈ ഒരു സ്നേഹം സത്യമാണോ കളവാണോ എന്നൊന്നും അവൾക്ക് അറിയാൻ വല്ലാത്ത തിടുക്കം തോന്നി. ഇതെന്നെ പറ്റിക്കുന്നതാണോ എന്ന് വരെ അവൾക്ക് തോന്നി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, റംല, എൻ്റെ കുട്ടിക്ക് നീ ഉമ്മയാണ്. അതെ, എനിക്ക് നീ ഭാര്യയും. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കാം. എന്താ? ശരിക്കും അവൾ അത്ഭുതപ്പെട്ടു. അതെ, തൻ്റെ നല്ല കാലം തുടങ്ങുകയാണ്. ഒരുപാട് സന്തോഷം കൊണ്ട് അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ. അങ്ങനെ അതാ അവൻ ആദ്യമായിട്ട് അവളെ കെട്ടിപ്പിടിച്ചു. ആ രംഗം കണ്ട് ആ കുഞ്ഞുമോൻ അതാ മുട്ടുകുത്തി വന്നിട്ട് അവരുടെ രണ്ടുപേരുടെയും കാലുകൾ പിടിച്ച് എഴുന്നേറ്റ് നിന്നു. സന്തോഷത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. എന്നാൽ അന്ന്, റംല, ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചില്ലേ, ഒരുപാട് വേദനിപ്പിച്ചില്ലേ? എന്ത് ചെയ്യാൻ, എൻ്റെ ആദ്യ ഭാര്യയിലുള്ള ആ ഒരു വാക്കുകളും അതെല്ലാം കൂടി ഞാൻ ആലോചിച്ചപ്പോഴേ ഒന്നിനൊരു സമാധാനം ഇല്ലാതായി പോയി. എൻ്റെ പ്രിയപ്പെട്ട റംല, എന്നോട് പൊറുക്കണം കേട്ടോ, ഇക്കയോട്. ഇക്ക, അവൾ സ്നേഹത്തോടെ വിളിച്ചു. അവൻ്റെ നെഞ്ചിലേക്ക് അവൾ ആദ്യമായി മുഖമമർത്തി പൊട്ടിക്കരഞ്ഞു. ഹേയ്, കരയണ്ട, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ നോക്കാൻ പറ്റിയൊരു ഉമ്മ തന്നെയാണ് നീ. റംല മോളെ, എന്നോട് ക്ഷമിക്കണം. ഈ കാഴ്ചയെല്ലാം കാണുമ്പോൾ ഉമ്മാക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. കാരണം ആ ഉമ്മയുടെയും പ്രാർത്ഥന അതിലുണ്ടായിരുന്നു. തൻ്റെ മകന് വിവാഹം കഴിച്ചു കൊടുത്തിട്ട് തീരെ ഒരു മൈൻഡില്ലാതെ, തീരെ ഇഷ്ടമില്ലാതെ, എപ്പോഴും കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സ്വഭാവം, അതെല്ലാം ഒന്ന് മാറിക്കിട്ടിയല്ലോ എന്ന് ആ ഉമ്മയും ആശ്വസിച്ചു. സന്തോഷത്തോടു കൂടി അതാ അവർ രണ്ടുപേരും ഒന്നായി തീരുകയാണ്. എന്നാൽ അവൾ ആ റൂമിൽ നിന്ന് പോകുവാൻ വേണ്ടി ഭയപ്പെടുന്നു. ഞാൻ അപ്പുറത്തേക്ക്, വേണ്ട, ഇത് നിനക്ക് കൂടിയുള്ള റൂമാണ്, നീ ഒരിക്കലും അങ്ങോട്ട് പോകണ്ട, ഇത് നിനക്ക് കൂടിയുള്ള റൂമാണ്. ശരിക്കും തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം, അതെ, അതവളുടെ മനസ്സിനെ വല്ലാതെ അങ്ങ് ഇളക്കി മറിച്ചു. അതെ, എന്തൊരു സ്നേഹം! ഇത്രയും ദിവസം ശരിക്കും ആ കുഞ്ഞാണിതിലെ താരം. കുഞ്ഞിന് അവളോടുള്ള സ്നേഹവും അവൾക്ക് കുഞ്ഞിനോടുള്ള സ്നേഹവും എല്ലാം കൂടി ഒത്തുകിടക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും കുഞ്ഞിൻ്റെ ഉപ്പാക്കും വല്ലാത്ത ഒരു അലിവ് തോന്നുകയായിരുന്നു. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് ശ്രദ്ധിച്ചു. അതെ, തൻ്റെ മരുമകൾ ഓക്കാനിക്കുന്നു. അവൾക്ക് എന്തൊക്കെയോ ക്ഷീണം അനുഭവപ്പെടുന്നു. ഒരു നിമിഷം അവൾ അവിടെ ബോധരഹിതയായി വീഴുകയും ചെയ്തു. അപ്പോഴേക്കും മകനെ വിളിച്ചു. മോനെ! അവൻ ഓടിയെത്തി. എന്തു പറ്റി മോളെ, എന്തു പറ്റി റംല? എന്നാൽ അപ്പോഴേക്കും അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ആ ഒരു വാർത്ത കേട്ടു. നിങ്ങൾ ഒരു പിതാവാകാൻ പോകുന്നു. ശരിക്കും അദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. അതെ, തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കൂട്ടായിട്ട് ഒരു കുഞ്ഞുകൂടി വരുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ കെട്ടിപ്പിടിച്ചു. അവരുടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞിക്കാൽ കൂടി പിറക്കുവാൻ പോകുന്നു എന്നറിഞ്ഞ ആ ഉമ്മയും വല്ലാതെ പടച്ച റബ്ബിനെ സ്തുതിച്ചു.
അവരുടെ ദാമ്പത്യ ജീവിതം വളരെയധികം മനോഹരവും സുന്ദരവുമായി മാറി. മാസങ്ങൾ കഴിഞ്ഞു. അതാ പ്രിയപ്പെട്ട ആസിമോൻക്ക് ഒരു കുഞ്ഞു പെങ്ങൾ പിറക്കുകയാണ്. ആ 2 മാലാഖ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ ഉമ്മയുടെയും ഉപ്പയുടെയും ഉമ്മമ്മയുടെയും കൂടെ സുഖസുന്ദരമായി ജീവിച്ചു.